ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശലം ടി വി യുവജനങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം. അതിനെ നമ്മെ സഹായിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ, പാലക്കാട് നിന്ന് ഒരു കൂട്ടം യുവജനങ്ങൾ എത്തിയിരിക്കുന്ന രൂപതയിൽ നിന്ന് പ്ലീസ് ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സിൻഡോ വിൻസൻ. ഞാൻ BEd സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നവീൻ റോയ്. ഞാനും പാലക്കാട് രൂപതാംഗമാണ്. ഞാൻ റോണ ജോസ്, പാലക്കാട് രൂപതാംഗമാണ്. ഞാൻ എറണാകുളം ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ തേർഡ് ഇയർ LLB പഠിക്കുന്നു. അപ്പോൾ 3 പേർക്കും ഒരിക്കൽ കൂടി ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഉൽപ്പത്തി 4:7 ദൈവം, പിതാവായ ദൈവം കായനോട് പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും നീതീകരിക്കപ്പെടും, അല്ലെങ്കിൽ പാപം പുറത്ത് പടിവാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തുക. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: വി ആർ ഓൺ വാർഫെയർ. നമ്മൾ ആത്മീയുദ്ധത്തിലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ 2ാം ഭാഗം എന്ന് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഏറ്റവും ശക്തമായി കർത്താവ് നൽകുന്ന ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സാത്താൻ്റെ രാജ്യത്തെ തകർക്കുവാനുള്ള, സ്വർഗത്തിലേക്ക് പോകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗങ്ങൾ, അതിനുവേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ടേബിളിൽ കാണുന്ന പോലെ തന്നെ ഒരു പിടി ആത്മീയ ആയുധങ്ങൾ. നമുക്കിപ്പോൾ ഇന്ന് ആത്മീയ ആയുധങ്ങൾ ഒന്നാമത് തുടങ്ങുന്ന അഡോറേഷൻ, വിശുദ്ധ ബ്ലെസ്സഡ് സാക്രമെന്റിനുള്ള പരിശുദ്ധ കുർബാനയിലുള്ള ആരാധന. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരണം വിശുദ്ധ കുർബാനയുള്ള എല്ലാത്തിനും അടിസ്ഥാനം. അപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ വന്ന് ഇരുന്ന് തരികയാണ്. കം ആൻഡ് സീ, എൻ്റെ കൂടെ ഇരിക്ക്, എന്നിൽ ശക്തി സ്വീകരിക്കുക. എല്ലാ യുവജനങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായിരിക്കണം. ആരാധനയെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് രൂപതയുടെ പാലക്കാടിൻ്റെ ഹാർട്ടായിട്ടുള്ള ഒരു സ്ഥലം, നടുവിൽ ടൗണിൽ തന്നെ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്, സാൻജോ ചാപ്പൽ എന്ന് പറയും. അപ്പോൾ ഭയങ്കര തിരക്കേറിയ KSRTC ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് അത് ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും മടുപ്പുണ്ടെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും, ഞാൻ കുറച്ച് നേരം അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ വളരെ ഇത്രയും തിരക്കുന്ന് നമ്മൾ മാറി വളരെ പീസ്ഫുൾ ആയിട്ടൊരു ഏരിയയിൽ ഈശോയെ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴൊക്കെ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈശോയുടെ കൂടെ അപ്പൊ ഈശോയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ മെല്ലെ 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 അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട്. നമ്മളൊന്ന് വീണ്ടും ഒന്ന് പീസ്ഫുള്ളായി ഒന്നും കൂടി എനർജി സ്വീകരിച്ച് പുറത്തിറങ്ങാൻ പറ്റാറുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയെ കുറിച്ച് പറയുമ്പം തീർച്ചയായിട്ടും ഞാനിപ്പോൾ പഠിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത്, തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കത്തീഡ്രലും അതുപോലെ തന്നെ ബസലിക്ക അടുത്താണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എപ്പോഴും നിത്യാരാധന നടക്കുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ കോളേജ് ലൈഫിൽ ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നുള്ളത് ഭയങ്കര ബ്ലെസ്സിങ്. എന്നും അതിൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോകാന്ന് പറയുന്നത് നമ്മളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇതുപോലത്തെ ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ എല്ലാ ടൗണുകളിലും എത്ര അഡോറേഷൻ ചാപ്പൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മിക്ക സ്കൂളുകളോടും ചേർന്ന് കോളേജുകളോടും ചേർന്നുള്ള പള്ളികളൊക്കെ മിക്കവാറും അഡോറേഷൻ ചാപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുവജനങ്ങൾക്ക് എന്തൊരു സാധ്യതയാണ് എപ്പോഴും വിശദീകരിക്കപ്പെട്ടിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആരാധനയെ കുറിച്ച് പറയുമ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സഭയും വിശുദ്ധ കുർബാന എന്ന് പറയുന്ന പിതാവിന്റെ ചാക്രിക ലേഖനത്തില് പിതാവ് പറയും, ഈ വിശുദ്ധ കുർബാനയെ വേണ്ട പോലെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നൊരു ഒരു വിഷമം പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പങ്കുവെക്കുന്നുണ്ട്. അടുത്തുറന്ന് പറയാണ്, ഇതിന്റെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ഈ ബ്ലെസ്സഡ് സാക്രമെന്റിന്റെ മുമ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈശോയോടായിട്ട് ഐക്യപ്പെടുത്താനൊക്കെ നമ്മുടെ സമയം കണ്ടെത്തുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇത് ഈശോയുടെ വിഷമം എന്നൊക്കെ പറഞ്ഞ് പല സയൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദേവാലയത്തിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. പ്രത്യേകിച്ച് ജെറാദ് മജല്ലയുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇതുപോലെ. മജലിനെ വിടാതെ ഈശോ പിടിച്ചിരുത്തോടെ, നീ അവിടെ ഇരിക്കുക, കുറച്ചുകൂടെ വർത്താനം പറഞ്ഞിട്ട് പോകും, ഇനി നാളെ ആരും വരത്തുള്ളൂ പറഞ്ഞിട്ട് കർത്താവ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊരു ഭാഗ്യമാണ്, ദൈവം നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരുന്നിട്ട് പറഞ്ഞു തരാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്ത്, ജോൺ പോൾ രണ്ടാമൻ എല്ലാ ചാക്രികകളും എഴുതിയിരുന്നത് ബ്ലെസ്സഡ് സാക്രമെന്റിന് മുമ്പിൽ പോയിരുന്നിട്ടായിരുന്നു. എല്ലാ ചാക്രിക ലേഖനങ്ങളും എഴുതിയിരുന്നത്. നമ്മൾ ഈ അഡോറേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് പലരും പറയുന്ന എക്സ്ക്യൂസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് അവൈലബിൾ ആണ്, അല്ലാത്തവർക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും അവൈലബിൾ ആണ് ഈ ആരാധനയിലേക്ക് ഈശോ. നമുക്ക് ഏറ്റവും വലിയ അവൈലബിലിറ്റി ഫോണിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു സമയത്ത് ഈ ഫോണൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുർബാനയെല്ലാം കോവിഡ് കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൂതാശകളെല്ലാം കുർബാന പ്രത്യേകിച്ച് നമ്മൾ ഈ മൊബൈലിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും 24/7 വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് യൂട്യൂബ് സൈറ്റുകളുണ്ട് വിശുദ്ധ കുർബാനയുടെ പെർപ്പച്വൽ അഡോറേഷൻ സെന്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും വർക്കിൻ്റെ സമയത്തും യാത്രയുടെ സമയത്തും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ സുഖമായിട്ട് ഫോൺ തുറന്നു വെച്ച് അഡോറേഷനിലായിരിക്കാം, ഈശോടൊപ്പം ആയിരിക്കും, ഈശോയുടെ പ്രസൻസ് സ്വീകരിക്കാം. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അഡറേഷൻ ടൈം ശരിക്കും നമ്മുടെ എലോൺ ടൈം വിത്ത് ഗോഡാണ്. അപ്പം ഞാൻ ശരിക്കും അഡറേഷനിൽ ശരിക്കും കരയാറാണ് പതിവ്. നമ്മുടെ ഉള്ളിൽ എല്ലാം ഈശോയായിട്ട് തുറന്നു പറയുന്നൊരു അടിപൊളി മൊമെന്റ്സ് ആണ് അഡറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജീസസ് യൂത്ത് പ്രേയേഴ്സിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കണക്കാക്കുന്ന അഡറേഷൻ ടൈമാണ്. അപ്പം അവർ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഈശോ സ്തുതിപ്പും പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ട് നടത്തുമ്പം ശരിക്കും ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഈശോയുടെ എത്രയും പ്രഷ്യസ് ആണ് ഞാൻ എന്ന് തോന്നുന്ന ഒരു മൊമെന്റ്സ് ആണ് മൈ അഡോറേഷൻ ടൈംസ് എന്ന് ഈ പറയുന്നത്. അഡോറേഷന്റെ എക്സ്റ്റൻഷൻ ആണ് ശരിക്കും നമ്മുടെ പേഴ്സണൽ പ്രെയർ. അടുത്തൊരു പ്രധാനപ്പെട്ട വെപ്പണാണ്. എനിക്ക് ആഗ്രഹം എല്ലാവരും ആഴപ്പെടേണ്ട, എല്ലാ യുവജനങ്ങളും എല്ലാ മനുഷ്യരും ആഴപ്പെടേണ്ട കാര്യമാണ് ഈ പേഴ്സണൽ. ഈശോ തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. എല്ലാ ദിവസവും വിജനതയിലേക്ക് പോയിരുന്നു, മലമുകളിലേക്ക് പോയിരുന്നു, പിതാവിനോടൊപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്താണല്ലോ. ദിവസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ദിവസത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടും. നമുക്ക് അടുത്തത് എനിക്ക് തോന്നുന്നു പേഴ്സണൽ പ്രെയർ ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. ശരിക്കും നമ്മുടെ യുവജനങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പറഞ്ഞു തുടങ്ങാം. പേഴ്സണൽ പ്രെയറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിലാണെങ്കിലും എല്ലാ ദിവസവും കുറച്ച് സമയം, ഒരു 10 to 15 minutes എങ്കിലും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായി നമ്മൾ ശാന്തമായിട്ട് കർത്താവിൻ്റെ ഒപ്പം ഇരിക്കുകയും, അതുപോലെ തന്നെ അത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നമ്മൾ കർത്താവിൻ്റെ സ്വരത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ കർത്താവിനെ കേൾക്കാനായിട്ടും നമുക്ക് കർത്താവിനോട് പറയാനുള്ളത് പറയാനായിട്ടുമുള്ള ആ ഒരു പ്രാർത്ഥനയുടെ സമയം. തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പറയാനുള്ള കർത്താവായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാ സമയത്തും ഒരു പേഴ്സണൽ പ്രെയർ ചെയ്യാത്ത ദിവസം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ളൊരു ദിവസമായിരിക്കും. പേഴ്സണൽ പ്രെയർ ചെയ്തൊരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവായിട്ടുള്ള ആ ബന്ധത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ആ ദൈവസാന്നിധ്യ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് സഹായിക്കും. ദൈവസാന്നിധ്യ ബോധം, കണക്ഷൻ, ദൈവഹിതം അറിയാൻ, ഇതൊക്കെ പ്രൈമറി കാര്യങ്ങൾ. ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തെ ആഗ്രഹിക്കുന്നതിനാണോ എന്നറിയണ്ടേ? ഈ നമ്മുടെ പ്രിയപ്പെട്ട ജോൺ മരി വിയാനിയുടെ മനോഹരമായ ചോദ്യമുണ്ട്, പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പുള്ളി അദ്ദേഹം എപ്പോഴും ചോദിക്കാന്നാണ് പറയുന്നത്, ദൈവമേ, ഞാൻ ഇന്ന് പറഞ്ഞതെല്ലാം നീ പറഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങളാണോ? ഞാൻ ഇന്ന് ചെയ്തതെല്ലാം നീ ഉദ്ദേശിച്ച കാര്യങ്ങളാണോ? ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതും പറയാൻ പോകുന്നതെല്ലാം നീ ആഗ്രഹിക്കും. പേഴ്സണൽ പ്രെയറിന്റെ ടൈമിൽ ചോദിക്കുക, എല്ലാ ദിവസവും ചോദ്യമാണെന്ന് പറയുന്നത്. പേഴ്സണൽ പ്രെയർ ആണെന്ന് പറഞ്ഞാലും ഞാൻ പേഴ്സണൽ പ്രെയറിൽ മോസ്റ്റ്ലി ചെയ്യുന്നത് യാമപ്രാർത്ഥനകൾ ചൊല്ലലാണ്. യാമപ്രാർത്ഥനകൾ സഭയുടെ ഔദ്യോഗിക റെയർ പീസ് ആണ് കേട്ടോ. കാരണം ഈ യാമപ്രാർത്ഥന നമുക്ക് കേരളത്തിൽ ഇപ്പോഴും സീറോ മലബാർ സഭയുടെ ഇതിലൊക്കെ വളരെ ചുരുക്കം, അൽമാര് ചെയ്യുന്നത്, അത് ഏത് രീതിയിലായാലും അൽമാര് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. സാധാരണ സന്യാസ സഭകളോടും അച്ഛന്മാരോടൊക്കെ മാത്രം. റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ്. പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണല്ലോ. അപ്പം എല്ലാവർക്കും ഒരു പൊട്ടധാരണയുണ്ട്, ഇത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും മാത്രമുള്ളതാണ്. പക്ഷെ നമ്മുടെ പൊട്ടധാരണ എന്നെ ഇരുത്തിക്കൊണ്ട് പറയേണ്ടത് അത് മാറി വരണം. നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ അത് കൂടുതൽ പ്രചരിക്കണം. ഞങ്ങൾ തന്നെ വേണം അതിനെ കുറിച്ച് പറയാനൊക്കെ. ശരിക്കും യാമപ്രാർത്ഥനകളെക്കാട്ടും മീനിങ് ഫുള്ളായ പ്രേയേഴ്സ് ഇല്ല. കാരണം നമ്മൾ പരിശുദ്ധ സഭയുടെ 3 നിലകളിലുള്ള വീട്ടിൽ ഒരുമിച്ചിരുന്ന് സമരസഭയോടും സഹനസഭയോടും വിജയസഭയോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകൾ. എത്രയോ മീനിങ് ഫുൾ ആണ്. നമ്മുടെ സഭാപിതാക്കന്മാർ മാർ അപ്രയം, പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന മാർ അപ്രയം എഴുതിയ ഗീതങ്ങളും ഇന്നലത്തെ റംഷയില് ഉണ്ടായിരുന്നു. എത്രയോ പാപിയാണെങ്കിലും അങ്ങയുടെ രക്ഷയെ കാംക്ഷിക്കുന്നു രക്ഷകനെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അനുതാപത്തിൻ്റെയും ഒപ്പം ഈശോയുടെ കരുണ യാചിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ഉദാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് യാമപ്രാർത്ഥനകളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കാത്ത ഗണമില്ല. നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പേഴ്സണൽ പ്രേയേഴ്സ് ഇല്ലാലും ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വല്ല ഉറപ്പുണ്ടോ? ഇല്ല. കാരണം പിന്നെ ആണെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രെയർ വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ഈ യാമപ്രാർത്ഥനയുടെ യാമപ്രാർത്ഥനയുടെ അർത്ഥം തന്നെ നോക്കണം. യാമപ്രാർത്ഥനകൾ ഒരു ദിവസത്തിന്റെ എല്ലാ യാമങ്ങളെയും വിശദീകരിക്കണം എന്നുള്ളതാണ് യാമപ്രാർത്ഥന അർത്ഥം തന്നെ. അതായത് ഓരോ സമയത്തും നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു, ആ സമയത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ വിശദീകരിക്കാൻ നമ്മൾ പ്രാർത്ഥന. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. യാമപ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സത്ത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കോണ്ടന്റ് എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങളാണ് മറ്റൊരു സങ്കീർത്തനം വേർഡ് ഓഫ് വചനമാണ് മുഴുവൻ കിടന്ന് ഓടുന്നത്. നമ്മുടെ വചനവും സങ്കീർത്തനവും നമ്മുടെ അടുത്തൊരു പ്രധാനപ്പെട്ട, നമ്മുടെ ബൈബിൾ നമ്മുടെ ഇരിപ്പുണ്ട്, അതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആയുധം. വചനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവമായിരുന്നു. ചേച്ചിയുടെ പ്രസവത്തിന് സമയത്ത് തൃശ്ശൂരാണ്, അമല ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഒരു ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, എടാ ചേച്ചിക്ക് കോൺട്രാക്ഷൻ വരുന്നില്ല, അപ്പോൾ മിക്കവാറും അത് സുഖപ്രസവമാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കരയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നോ കേട്ട എൻ്റെ കുഞ്ഞു മക്കളെ
നിങ്ങൾ ക്രിസ്തു രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ആ ഒരു ഈറ്റുനോവ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ഞാൻ ആ സമയത്ത് ജസ്റ്റ് അമ്മ പറഞ്ഞ ആ സമയത്ത് ജസ്റ്റ് ആ ഒരു വചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഴുതി ഞാനൊരു 10-15 വചനം എഴുതി എത്തി. ഒരു കോള് വന്നു, എടാ ചേച്ചി പ്രസവിച്ചു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഈ അടുത്ത് ഒരു അച്ഛൻ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കളോട് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു ശൈലിയാണ് ഇപ്പോൾ വചനം എഴുതാൻ പറയുന്നത്. ഈ വചനം ശരിക്ക് എല്ലാത്തിനുമുള്ള നമ്മളോട് ദൈവം സംസാരിച്ചതിന് ചരിത്രമാണല്ലോ വചനം. ഈ തലമുറ മുഴുവനായിട്ട് ദൈവം നമ്മൾ സംസാരിച്ചതും വാഗ്ദാനങ്ങൾ തന്നതും ഓരോ ഞാനിപ്പോൾ ആലോചിക്കും എന്തിനാണ് ഇത്രയധികം സിറ്റുവേഷൻസ് ബൈബിളിൽ വന്നതെന്നുള്ളത്. അതിനകത്ത് കൊലപാതകങ്ങളുണ്ട്, അതിനകത്ത് നന്മയുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്, എല്ലാം ശരിക്ക് ദൈവം നമ്മളോട് ഇങ്ങനെ പറയണ എല്ലാം ഇതിലുണ്ട്. അതിനകത്ത് ഓരോ സാധനം എടുത്ത് ഓരോ സമയത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൃത്യമായ ഓരോ ആവശ്യങ്ങളിലേക്കും ഓരോ അവസ്ഥകളിലേക്കുള്ള വചനങ്ങളുണ്ട്. അത് ഓരോ യങ്സ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ഓരോ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നവർ. പ്ലീസ്. അതുപോലെ തന്നെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും വചനം എന്ന് പറയുന്നത് ശരിക്കും ഈശോ തന്നെയാണല്ലോ. തിരുസഭയ്ക്ക് നൽകപ്പെട്ട വലിയൊരു മുത്താണ്, അല്ലെങ്കിൽ വലിയൊരു രത്നമാണ് തീർച്ചയായിട്ടും വചനം എന്ന് നമ്മൾ പറയുമല്ലോ. ഈ വചനത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ എപ്പോഴും വചനത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തി പറയുമ്പം ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത്, വചനം എനിക്ക് എല്ലാ ദിവസത്തെയും കുർബാനിലെ റീഡിങ്സ് എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കും, ഈ ബൈബിളിൻ്റെ ഇതിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു വ്യക്തിയെക്കുറിച്ച്, അത് ഈശോയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചാണെങ്കിൽ അതിനകത്ത് പല ആളുകൾ പല സ്ഥലത്തിരുന്ന് പല സാഹചര്യങ്ങളിൽ പല ഭാഷകളിൽ എഴുതിയൊരു പുസ്തകം. പക്ഷെ അത് ദൈവം നമ്മളോട് എത്ര വ്യക്തമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ പരിശുദ്ധാത്മാവാണ് ശരിക്കും ഇതിൻ്റെ പ്രൈമറി ഓതർ എന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത്, നമുക്കുള്ളതെല്ലാം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതുള്ളതെല്ലാം ഇതിനകത്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെ പോലെ തന്നെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനെപ്പറ്റി മനോഹരമായ സെയിങ് ഉണ്ട് ഈ ബൈബിളിനെ പറ്റി. ഇപ്പോൾ നബീൻ പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ബൈബിള് മാത്രമേ ഓതർ നമ്മോടൊപ്പം സംസാരിക്കുന്ന പുസ്തകമുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ നമ്മളോടൊപ്പം ഓതർ ഇരുന്ന് സംസാരിക്കുന്ന ഏക പുസ്തകവും അത് എഴുതി എന്തുദ്ദേശത്തെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതും ഏക പുസ്തകം. കാരണം പരിശുദ്ധാത്മാവാണല്ലോ ഓതർ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ് നമ്മൾ ആ വചനം എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഈ വചനത്തിന് ശരിക്ക് ഞാൻ ഈ അടുത്തൊരു വായിച്ച വചനം ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞ സാധനം വായിച്ച ആർട്ടിക്കിൾ വായിച്ചതാണ്. അത് രസകരമാണ് പറയാം. അതാണ് വചനം നമ്മൾ ബൈ ഹാർട്ട് മെമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ നമ്മുടെ എന്താ പറയുക തലച്ചോറ് മുഴുവൻ വിശദീകരിക്കപ്പെടുന്നു. അതേപോലെ എഫെസസുകാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മീയ സമരത്തില് അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യത്തിന്റെ ഇത് പടച്ചട്ട, അതേപോലെ തന്നെ ഇത് മറ്റേ അരമുറുക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റൊരു കാര്യം മാത്രം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു, അത് വചനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേണ്ട കാര്യം വചനമാണ്, വചനം പഠിക്കലാണ്. അത് തന്നെയാണല്ലോ ഈശോ സാത്താനെ ഓടിച്ച് കാണിച്ചു കൊടുത്തും ചെയ്തത്. അതെ, സാത്താൻ 3 പ്രാവശ്യം ഈശോയെ പരീക്ഷിച്ചപ്പോൾ ഈശോ വചനം ഉപയോഗിച്ചാണ് ഓരോ പ്രാവശ്യവും സാത്താനെ പറത്തിക്കൊണ്ടത്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ആന്റിവൈറസിന്റെ സെക്കൻഡ് പാർട്ട് അതാണ്. ആദ്യം തലയിൽ വചനം നിറയ്ക്കുമ്പോഴത്തേക്ക് വിശുദ്ധി പറയും, കണ്ണുകളുടെ വിശുദ്ധിക്ക് വേണ്ടി, സംസാരിക്കാനുള്ള വിശുദ്ധിക്ക് വേണ്ടി. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാവ് വിശദീകരിക്കപ്പെടുന്നു, നമ്മൾക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള വചനങ്ങൾ കിട്ടുന്നു, വിശുദ്ധമായ എല്ലാം ഹോൾ ബോഡിക്കുള്ള ഒരു വിശുദ്ധീകരണത്തിന് കാരണമാണ് ബൈബിൾ എന്ന് മനോഹരമായ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. എനിക്ക് തോന്നുന്നു ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മള് യാത്രയിലൊക്കെ പോകുമ്പം യാത്രയ്ക്ക് മുന്നേ അത്യന്തന്റെ സംരക്ഷണത്തിൽ എന്നെ ഏറ്റവും വലിയ ഓർമ്മ, എൻ്റെ അമ്മ ഞാൻ ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും ഇത് വായിച്ചൊക്കെ എന്നെ കുറെ യാത്രയൊക്കെ ഉണ്ട്. എന്ത് രസമാണ്, എന്തൊരു ഫീലാണ് നമുക്കത് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു സംരക്ഷണത്തിന്റെ ഫീലിംഗ്. അനുതാപ സങ്കീർത്തനം അതൊക്കെ ചെല്ലുമ്പം ശരിക്കും നമ്മൾ സ്പിരിച്വലിയും മെന്റലിയും ഈ കുമ്പസാരം കഴിഞ്ഞ് അനുതാപ സങ്കീർത്തനം ചെല്ലുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഈ സങ്കീർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മൾ വേറൊരു ആത്മീയ ആയുധത്തിലേക്ക് പോകുന്ന ആസ്പിറേഷൻസ്, സുഹൃതജപങ്ങൾ. ഈ സുഹൃതജപങ്ങളുടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന സുഹൃതജപങ്ങളെ ഒപ്പം തന്നെ മറ്റൊരു സാധനമുള്ളത് ഈ പാട്ടുകളാണ്. സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക ഓരോ നിമിഷവും. നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുക. ഇത് ഭയങ്കര ഫീലായിട്ട് നമ്മളെ ശരിക്കും ദൈവസ്ഥാനത്തെ സ്മരണയിൽ കൊണ്ടുനടക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് ഈ പാട്ടുകളും. അതിനെപ്പറ്റി രസകരമായൊരു ജീസസ് ഇൻ ബ്ലൂ ജീൻസ് പറഞ്ഞ പഴയ ഒരു ലോറിബത്തിന്റെ ഒരു പഴയ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശോ മൂളിപ്പാട്ടുകൾ പാടുമായിരുന്നു പറഞ്ഞിട്ട് അധ്യായമുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ ഈശോയുടെ മൂളിപ്പാട്ട് സങ്കീർത്തനങ്ങളായിരുന്നു. അവൻ സ്തോത്രഗീതം പാടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഈശോയും പാടിക്കുന്ന സ്തോത്രഗീതങ്ങൾ ഈ സങ്കീർത്തനങ്ങളായിരുന്നു, ആസ്പിറേഷൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. എൻ്റെ ഗ്രാൻഡ് പേരൻസിനാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും
എവിടെ എത്തിയില്ലെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് ഭയങ്കര കണിശം പിടിക്കുന്ന ഗ്രാൻഡ് ഇതിനേക്കാൾ വലിയ പേരൻസ്. കണിശൊന്നും പിടിക്കാനില്ല കുഞ്ഞെ. സോ അവരിങ്ങനെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ സുഹൃത്ത് ജപങ്ങൾ എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഏറ്റവും മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഈശോയെ അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയവുമാക്കണമേ. ഇതിനെക്കാട്ടും ഈശോയെക്കാട്ടും വലിയ റോൾ മോഡൽ അല്ലെങ്കിൽ ഐഡലായിട്ട് പറയാൻ വേറെ ആരുമില്ല. അപ്പം ഈശോയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കണമേ, പിന്നെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, ഇതൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ടെംപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും, അല്ലെങ്കിൽ ഞാനിപ്പം എന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുവാണെങ്കിൽ അവരോട് കാമായിട്ട് സംസാരിക്കാനൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആസ്പിറേഷൻസ്. സങ്കീർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അത് ഈശോയുടെ അനുദിന പ്രാർത്ഥനകളല്ല. ഈശോ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൊമെന്റ്സിലൊക്കെ സങ്കീർത്തനം ചൊല്ലുമായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ജീവിതത്തിലാണെങ്കിലും സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ഒപ്പം സുഹൃതജപങ്ങളും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ എപ്പോഴും സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന, എപ്പോഴും എൻ്റെ ദിവസത്തിന് പല സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന, ചിലപ്പോൾ ചിലതൊക്കെ മനപ്പാടാണ്, അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കർത്താവാണ് എൻ്റെ ഇടയൻ എന്നൊക്കെ പറയുന്ന 21 സങ്കീർത്തനമൊക്കെ എപ്പോഴും ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സുഹൃദേവങ്ങളെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്ന എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോഴാണ്. അവിടുത്തെ സിസ്റ്ററാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെയൊക്കെ അടിസ്ഥാനം കേട്ടോ, നമ്മള് നമിച്ചേ പറ്റൂ. ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന അവരാണല്ലോ ശരിക്കും. അപ്പൊ അവരാണ് ശരിക്കും ഇതിങ്ങനെ സുഹൃദേവൻ ചെല്ലാൻ പഠിപ്പിച്ചത്. പിന്നീടുള്ള ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും പല മൊമെന്റ്സിലാണെങ്കിലും ഒരു ദിവസം ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെയാണ് കൂടുതൽ ചെല്ലാറ്. പക്ഷേ കൂട്ടുവരുന്നത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പക്ഷെ എങ്കിൽ പോലും അല്ലാത്ത സമയത്താണെങ്കിലും എപ്പോഴും നമ്മളെ എപ്പോഴും ഈ കർത്താവായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഈ സങ്കീർത്തനങ്ങൾക്ക് അവിടുത്തെ കുറിച്ചുള്ള ഓർക്കാനും, അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന കർത്താവിന്റെ അടുത്താണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ സങ്കീർത്തനങ്ങൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും സാധിക്കും. വീട് പണിയുടെ സമയമായിരുന്നേ. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞതാണ് ഈ 127 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കണം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അപ്പോൾ നമ്മൾ സങ്കീർത്തനം ചൊല്ലിയിട്ട് എങ്ങനെ വീട് അതെന്താ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞതല്ലേ ചെയ്തേക്കാന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങിയതാ. ആ ഒരു നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ. വെറും 7 മാസം നമ്മളൊന്നും വിചാരിക്കാതെ ഇല്ല, കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ പോലും ആ ഒരു വീട് പണി പൂർത്തീകരിച്ചു. നമുക്കൊരു കാര്യം കിട്ടി, സക്സസ്ഫുൾ ആയി, നമ്മൾ അടുത്ത ആൾക്ക് കൊടുത്തു, ഇത് ചൊല്ലണം കേട്ടോ. അപ്പോൾ അവർ ചൊല്ലി, അതും ഭയങ്കരമായിട്ട് അവർക്കും അത് ഒരു അനുഭവമായി. അപ്പോൾ ഈ 127 സങ്കീർത്തനം അതേപോലെ 51 സങ്കീർത്തനം ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളിത് ചെയ്യുക എന്നതിനേക്കാൾ, എഴുതുക, പറയുക എന്നതിനേക്കാൾ അൾട്ടിമേറ്റ്ലി ഇത് പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മൾ പ്രഘോഷിക്കുകയാണ്. അതെ, ഈശോ ആണ് ഏകരക്ഷകൻ, ഈശോയിൽ മാത്രമേ ആശ്രയമുള്ളൂ, അവന്റെ പ്രൊവിഡൻസ് കൊണ്ട് മാത്രമേ കാര്യം. ഇത് നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ അങ്ങോട്ട് എത്തുന്നത് കറക്റ്റായിട്ട്. നമ്മൾ ആൾക്കാർ വിചാരിക്കും ചിലപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കേൾക്കുന്നതൊക്കെ വിചാരിക്കും ഇതൊക്കെ ഒരു തരത്തിൽ അന്ധവിശ്വാസം വളർത്തുന്നതല്ലേ, അല്ലെങ്കിൽ വീട് പണിയോ പ്രസവോ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ വിജയോ. അങ്ങനെയല്ല, നമ്മൾ പ്രഘോഷിക്കുന്നത് ഡയറക്റ്റ് അങ്ങോട്ടാ. ഇതെല്ലാം ജസ്റ്റ് നമ്മൾ ഓരോ സ്വർഗം തന്ന വഴികളാണ് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള. അടുത്തൊരു പ്രധാനപ്പെട്ട ആത്മീയ ആയുധം നമ്മളെല്ലാം ചെയ്യുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ, പിൽഗ്രിമേജുകളാണ്, തീർത്ഥാടനങ്ങൾ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഗോവയ്ക്ക് തീർത്ഥാടനം പോയത് പറയപ്പെടുന്നത് പറഞ്ഞിട്ട് ഒരു വൈബിന് പോകുന്ന കഥയെ പറ്റിയല്ല. തീർത്ഥാടനങ്ങൾ ശരിക്കും സഭയുടെ വലിയ ശക്തിയും സ്വത്തുമാണ്. ശരിക്കും എല്ലാ യാത്രകളും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നുള്ളതാണല്ലോ, ഒരു പ്രഘോഷണ യാത്രകളാണല്ലോ. അപ്പൊ നമുക്ക് ഈ തീർത്ഥാടനങ്ങളെ പറ്റി ഒന്ന് നമുക്ക് സംസാരിക്കാം. നമ്മുടെ മുമ്പേ കടന്നുപോയ നമ്മുടെ സെയിൻസ് എങ്ങനെ ജീവിച്ചു, അവരിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാമെന്ന് കാണിച്ചു തരുന്നൊരു ഭയങ്കര ആത്മീയ ആയുധമാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഓർക്കുന്നുണ്ട് സ്റ്റാസിൽ നിന്നൊക്കെ പിൽഗ്രിമേജ് പോകുന്നത് അരുണച്ചനായിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പം അരുണച്ചന് അത്രയും നോളജ് ഉണ്ട് ആ സ്ഥലത്തെ പറ്റി. അപ്പം അത് കേട്ടിട്ട് പിൽഗ്രിമേജിന് പോകുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും എൻ്റെ അമ്മയും മാർത്തോമാസിലെ ഒക്കെ ചെയ്ത ത്യാഗവും, നമ്മൾ ഇന്ന് സീറോ മലബാർ സഭയിലായിരിക്കുന്നതിൻ്റെ ഏക റീസണും അവിടുന്ന് ഒറ്റയ്ക്ക് വന്ന് ഈ ഭാരത് സഭയിൽ ആരും അറിയാത്ത ഈ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് ഇത്രയും പ്രേക്ഷിത വേല അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ത്യാഗമൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, പിൽഗ്രിമേജ് ഒക്കെ ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. ഈ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ വയ്യ, എൻ്റെ വിഷയത്തിന് സൈഡ് ഇരിപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് സേവറാണ്. ഈ എല്ലാവരും ഗോവയ്ക്ക് പോകുന്ന ഫ്രാൻസിസ് സേവറിനെ കാണാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് മാറ്റി പറയാം. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആലോചിക്കായിരുന്നു, ഫ്രാൻസിസ് സേവറൊക്കെ സ്വന്തം നാടും വീടൊക്കെ വിട്ട് പോരുമ്പോൾ, തോമസ് ഇവരൊക്കെ പോരുമ്പോൾ എന്താ ഉറപ്പ് തിരിച്ചു വരിച്ചില്ലെന്ന് 100% ഉറപ്പാണ്. ആകെ ഉള്ളപ്പോൾ അവർ തിരിച്ചു പോകത്തുള്ളതാണ് ആ നാട്ടിലേക്ക്. സ്വന്തം വീടും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തിനാ? ആത്മാക്കളുടെ തീഷ്ണത, ദൈവരാജ്യ പ്രഘോഷണം. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്ക് തന്നെ നാണെന്നു ദൈവം, നമ്മൾ ഈ 10 വർഷം അച്ഛനായിട്ടും അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനായിട്ട് ഇത്ര വർഷങ്ങളൊക്കെ ആയി, നമുക്ക് ഈ തീഷ്ണത ശരിക്കും നമ്മൾ ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെയിന്റ് തോമസ് മൗണ്ടിലൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത ഇതാണല്ലോ. പിൽഗ്രിമേജിന്റെ ഇപ്പൊ നമ്മൾ വർഷത്തിൽ പല പ്രാവശ്യം
മാതാവിൻ്റെ ആരോഗ്യമാതാവിനെ കാണാൻ വേണ്ടി വേളാങ്കണ്ണി പോകുന്ന ദൂരം പേരുണ്ട്. നല്ല കാര്യം, അവിടെ പോയി വലിയ പ്രാർത്ഥനാനുഭവം. പക്ഷെ പോയി കഴിയുമ്പോൾ മാതാവിൻ്റെ ഗുണങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൃപകളുമായിട്ട് ആ വിശുദ്ധിയായിട്ട് തിരിച്ചു പോരുവാണെങ്കിൽ ദ ബെസ്റ്റ്. എൻ്റെ ലൈഫിലും ചെറുപ്പം തൊട്ടുള്ള സമയത്താണല്ലോ ഈ തീർത്ഥാടനങ്ങൾക്ക് പോകുമായിരുന്നല്ലോ. അപ്പം ആദ്യം ഒന്നും കുറേ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര ധാരണയൊന്നുമില്ല. പക്ഷെ പിന്നെയൊക്കെ പോകുമ്പം ഇത് ശരിക്കും നമ്മൾ അമ്മയൊക്കെ പറയും ശരിക്കും പ്രാർത്ഥിക്കണം നമ്മളവിടെ പോകുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രിപ്പറേഷനോട് കൂടിയൊക്കെ അതിന് പോയപ്പം, പ്രത്യേകിച്ച് മലയാറ്റൂരാണെങ്കിലും വേളാങ്കണ്ണി മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴാണെങ്കിലും അതിനൊക്കെ ജീവിതത്തിൽ ഓരോ തീർത്ഥാടനം, പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ പോലെ ഓരോ തീർത്ഥാടനവും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണല്ലോ. തിരുസഭ നമുക്ക് നൽകിക്കുന്ന വലിയ ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഇത്. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയുള്ള ലൈഫിലൊക്കെ ആണല്ലോ ഒത്തിരി കൃപകൾ അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒത്തിരി ഗ്രേസുകളൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ ഫുൾ അറ്റൻഡൻസ് കിട്ടുമ്പോൾ പള്ളിയിൽ നിന്ന് ഇത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊക്കെ അതെ അതെ. അപ്പോൾ ഓരോ ടൂറും ഓരോ വിശുദ്ധനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരിക്കും. ചാവറച്ചനായിരിക്കാം, അതേപോലെ നമ്മുടെ റാണിമരിയുടെ ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷങ്ങളും നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന പുതിയ പുതിയ വിശുദ്ധന്മാരെയാണ്. അപ്പോൾ അവിടെ അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ ജീവിതവും അവരുടെ സഹനങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ കുഞ്ഞും മനസ്സിൽ അത് ശരിക്കും ആഴത്തിൽ പതിയും. ഞാനിങ്ങനെ നവീൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞപ്പോൾ ആലോചിക്കുവായിരുന്നെ, എനിക്ക് മലയാറ്റൂരെ കാണുമ്പോൾ അത്ഭുതമാണ്. കിലോമീറ്ററോളം കുരിശൊക്കെ താങ്ങി ചെരുപ്പൊന്നും ഇടാതെ കാവ്യൊക്കെ കൊടുത്ത് പോകുന്ന രാത്രിയിലൊക്കെ എനിക്ക് ഇപ്പോഴും ചെരുപ്പിടാവുന്ന ഒരു ദൂരം നടക്കാനൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ മലയെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പക്ഷെ അത് കഴിഞ്ഞ് ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസമൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദിസ് വാട്ട് ഹാപ്പൻ, നമുക്ക് ഈ 50 ദിവസം പ്രലോഭനത്തിനും പെടാതെ പല കാര്യത്തിനും പെടാതെ പല ദുശീലങ്ങൾ മാറ്റിവെക്കാമെങ്കിൽ 51-ാം ദിവസം പറ്റും. 50 ദിവസം ഈ ഒരു ഇന്റൻഷന് വേണ്ടി. പക്ഷെ ശരിക്കും ഇത് പിൽഗ്രിമേജ് ഒരു സിംബോളിക് ആക്ടിവിറ്റിയാണ്. വലിയ പിൽഗ്രിമേജിലേക്ക് നമ്മൾ പോവുക, നമ്മൾ സ്വർഗം നോക്കി വലിയ പിൽഗ്രിമേജിലേക്ക് പോകുമ്പോൾ ഈ 50 ദിവസം അല്ല, അതിനപ്പുറത്തേക്ക് ദിവസത്തെ പിടിച്ചാലേ മേളിൽ കയറാൻ പറ്റത്തുള്ളൂ, സ്വർഗത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത് ശരിക്കും പിൽഗ്രിമേജ് പോകുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വലിയ ചിന്ത ഏതാണെന്ന് തോന്നുന്നു. അപ്പോൾ പിൽഗ്രിമേജ് നമുക്കിനി വലിയൊരു പിൽഗ്രിമേജിനെ സഹായിക്കുന്ന വലിയ സ്പിരിച്വൽ വെപ്പണിലേക്ക് പോകും. അത് റിട്രീറ്റ് ആണ്, ധ്യാനങ്ങൾ. പലപ്പോഴും യുവജനങ്ങളൊക്കെ നമ്മൾ വാർഷിക ധ്യാനം എന്നൊരു സാധനമുണ്ട്, അങ്ങനെ പേര് തന്നെയുണ്ട്. ഇടവകയിലുള്ള വാർഷിക ധ്യാനം തന്നെ ഏറ്റവും കൂടുതൽ ഇടവകയിൽ അറ്റൻഡൻസ് കുറവുള്ള സമയങ്ങളെന്നാണ് ഇടവക വാർഷിക ധ്യാനങ്ങൾ. ഈ ആത്മീയ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കുന്ന എല്ലാവരും, സ്പിരിച്വൽ ലൈഫ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു വാർഫെയറിൽ ഒരു പോരാട്ടത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാരണം വാർഷിക ധ്യാനം. മസ്റ്റായിട്ട് എല്ലാ മാസവും പ്രാർത്ഥനാ ദിവസവും കുമ്പസാരവും അതുപോലെ വാർഷിക ധ്യാനവും. പ്ലീസ് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നും. എന്റെ വീട് അട്ടപ്പാടിയിൽ, അപ്പം അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രം. ഒന്നും പറയാനില്ല, ഇവിടുന്ന് വന്നേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ 5ാം ക്ലാസ് മുതൽ എല്ലാ വർഷവും ധ്യാനത്തിന് പോകുന്ന വാർഷിക ധ്യാനത്തിന് മസ്റ്റാണ്. എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ മസ്റ്റാണ് ധ്യാനങ്ങൾ എന്ന് പറയുന്നത്. ധ്യാനങ്ങൾ എന്നെ ഒത്തിരി റിന്യൂ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. കുറച്ച് ആന്തരിക മുറിവുകളൊക്കെ ഉണ്ടായിരുന്ന പീരീഡിലാണെങ്കിൽ അതൊക്കെ ഹീലാകാനും ഒരു പുതിയ മനുഷ്യനാകാനും ആന്തരിക മുറിവ് ഉണ്ടാക്കിയവരോട് ക്ഷമിക്കാനും അവരോട് പിന്നെ റീകൺസൈൽ ചെയ്യാനും ഒക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് റിട്രീറ്റ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ കൗൺസിലിംഗ് ആണെങ്കിലും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യം, നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റീഫ്യൂലിംഗ് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ധ്യാനത്തിന് പോയി കഴിഞ്ഞ് വരുമ്പോഴും പുതിയൊരു എനർജിയാണ്. അല്ലെങ്കിൽ പുതിയ ലോകം എന്നൊക്കെ പറയുന്ന വി ബ്രീത്ത് ഫ്രഷ് എയർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും അടുത്ത മുന്നോട്ടുള്ള കാലത്തേക്ക് നമ്മളെ റിന്യൂ ചെയ്ത് റീഫിൽ ചെയ്ത് എൻ്റെ ജീവിതത്തിലൊക്കെ കൂടി എല്ലാ ധ്യാനങ്ങളും അതെല്ലാം ഓരോ സ്റ്റെപ്പിലും വേണ്ട വഴിത്തിരിവ് തന്നിട്ടുണ്ട്. അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ സഭയോട് ഈശോടൊക്കെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഒക്കെ ധ്യാനത്തിന് പോവാണെന്ന് ചോദിക്കുമ്പോൾ നന്നാവാൻ പോവല്ലേ വലിയ പുണ്യാളത്തി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ബേസിക് മിനിമം ആണെന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചുരുക്കം ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള എന്തോ ഒരു സംഭവമാണെന്നൊക്കെ ഒരു ധാരണ. പണ്ട് ഈ ഒരു 10-20 വർഷം മുമ്പൊക്കെ പോട്ടയ്ക്ക് ധ്യാനം കൂടാൻ പോകാന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നക്കാരെന്നുള്ളതായിരുന്നു. അവിടുന്ന് മാറി ഇപ്പൊ നമ്മൾ ആ ഒരു ലെവലൊക്കെ മാറി. ഇത് മാറും. ഇതൊക്കെ ഒരു ബേസിക് നെസസിറ്റി ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ വരും. വെരി നിയർ, വെരി ക്ലോസ്. നമ്മള് വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യും ഓരോ വർഷം. എന്തായാലും ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് നല്ലൊരു സമയത്ത് എന്തായാലും മാറ്റും. ശരിക്കും നമുക്കൊരു സമയം വേണം ഈ മൊബൈലിൽ നിന്നും അതേപോലെ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ മാറി കുറച്ചു നേരം വെറുതെ തമ്പുരാനോട് കൂടെ. എല്ലാവരും പറയാറുണ്ട് എന്തുകൊണ്ട് ധ്യാനങ്ങൾ ഇങ്ങനെ അവിടെ എന്താ ഇത്രയും വലിയ പവർ എന്താണെന്ന്. അത്രയധികം സ്തുതിപ്പുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അത്രയും ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശോ സാന്നിധ്യം അവിടെ അത്ര അധികം കൂടുതലായിരിക്കും.
അവിടെ എന്തായാലും അത്ഭുതങ്ങൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ തീർച്ചയായും അവിടെ ഈശോ തൊടുന്ന സ്ഥലങ്ങൾ റിട്രീറ്റുകളാണ്. നമ്മൾ ധ്യാനമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊരു കാര്യമാണ് സ്പിരിച്വൽ ഡയറക്ഷൻ. ആത്മീയമായിട്ടുള്ള നമുക്ക് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഡയറക്ടർ വേണം, ഉറപ്പാണ്. അതൊരു മേ ബി സ്പിരിച്വൽ ഡയറക്ടർ ആവാം, മെൻറ്റർ ആവാം, എൽഡർ ആവാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ നയിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അത് കൃത്യം ഇടവേളകൾ നമ്മൾ ഇത് ശരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു ലൂസായി പോകും. നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കൺഫസറും ഒരു കുമ്പസാരക്കാരനും ഒരു ആത്മീയ ഉപദേഷ്ടാവും എന്നുള്ളത് ഒരു ആത്മീയ ജീവിതം സീരിയസ് എടുക്കുന്നത് മസ്റ്റാണ്. കാരണം അത് മനസ്സിലാവണമെങ്കിൽ തിരിച്ച് ഹിസ്റ്ററിയിലേക്ക് നോക്കിച്ചാൽ മതി. ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈ ഒരു സ്പിരിച്വൽ ഡയറക്ടർ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഇല്ല. മേ ബി ഹെർമിറ്റായിട്ട് ജീവിച്ച് ചുരുക്കം ചിലർ, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇൻവേരിയബിളി ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അവരുടെ ആത്മീയ പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ഫൗസ്റ്റീന ഡയറിയൊക്കെ മുഴുവൻ ആത്മീയ പിതാവിൻ്റെ പേര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. മറ്റൊരു ഒരു വലിയൊരു സ്പിരിച്വൽ വെപ്പണും കൂടി പറഞ്ഞിട്ട് നമുക്ക് സമയക്കുറവ് വരും. കുറേ അധികം വെപ്പൺസ് നമുക്ക് പുതിയ എപ്പിസോഡായിട്ട് വരാം. അതിനു മുമ്പ് ഇത് തീരുന്നതിന് മുമ്പ് ഒരു സ്പിരിച്വൽ വെപ്പൺ പരിചയപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കണം. അത് മറ്റാരുമല്ല, നമ്മളുടെ കാവൽ മാലാഖമാരാണ്. നമുക്കൊപ്പം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കൂട്ടായിട്ട് സ്വർഗം തന്നുവിട്ട കാവൽ മാലാഖ. ചിലരൊക്കെ വളരെ രസകരമായിട്ട് ബാല്യം മുതൽ തന്നെ കൂട്ടുകൂടി പേരൊക്കെ ഇട്ട് ഈ കാവൽ മാലാഖകളെ കൊണ്ടു നടക്കുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ട്. ഞാൻ ഈ കാവൽ മാലാഖയായിട്ട് ബന്ധപ്പെട്ട എനിക്ക് കുറേ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. ഇത് ടഫ് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഭയങ്കര കൂൾ. കാരണം എനിക്കുണ്ട് കാവൽ മാലാഖ, സിൻഡോയ്ക്കും ഉണ്ട്, നവീനും ഉണ്ട്, റോണയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാനും സിൻഡോയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാവൽമാലാഖയോട് പറയാ, എൻ്റെ കാവൽമാലാഖ പോയി നമ്മുടെ സിൻഡോയുടെ കാവൽമാലാഖയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കൂളാക്കി തരിക. അതെ, എന്ത് രസകരമായ സ്പിരിച്വൽ ആക്ടിവിറ്റി ആണെന്നറിയാമോ? ശരിക്ക് നമുക്ക് ഒരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഈവൻ പേരൻസ് പോലും ആണെങ്കിൽ, കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു ഫ്രിക്ഷനോ ഒരു ഗ്യാപ്പൊക്കെ വന്നാൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന വെപ്പണാണ് ഈ കാവൽമാലാഖ. കാരണം ഇവർ തമ്മിൽ പെട്ടെന്ന് സിങ്ക് ആയിക്കോളും, നമ്മൾ തമ്മിൽ സിങ്ക് നോർമലി ആയിക്കോളും. അതുപോലെ തന്നെ ഈ കാവൽമാലാഖയോട് ബന്ധപ്പെട്ട് വിശുദ്ധ ജമ്മയുടെ എല്ലാവരും വായിക്കാൻ നല്ലതായിരിക്കും. വിശുദ്ധ ജമ്മയുടെ നല്ല രസകരമായ അനുഭവങ്ങളുണ്ട്. ജമ്മ ഗിൽഗാനി ആള് ശരിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ കാണിച്ചു തരുക. ചില സമയത്തൊക്കെ മടി പിടിച്ച് മുറുകിരുന്നിട്ട് പറയും, എൻ്റെ പൊന്ന് കാവൽമാലാഖ അപ്പുറം പോയിട്ട് ആ ബുക്ക് എടുത്തോണ്ട് വരിക, ബുക്ക് എടുത്തോണ്ട് കൊടുക്കും. എന്നിട്ട് എപ്പോഴും പുറകിൽ ഇങ്ങനെ എന്ത് രസമാണ് വായിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഗൂസ്ബംപ് വരും. ഈ ശീതകാലമൊക്കെ വരുമ്പോഴത്തേക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയൊക്കെ ഈ സ്പിരിച്വൽ ഫുഡ് ഡയറക്ടറുടെ അതൊക്കെ മസ്റ്റാണെന്നല്ലോ ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ സ്പിരിച്വൽ ഡയറക്ടറിന് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എഴുതി കൊടുത്ത് ലെറ്റർ കൊടുത്തിട്ട് മറുപടി മേടിച്ചുകൊണ്ട് ആൾ വരും. എല്ലാ അടിമപ്പണി എടുപ്പിക്കുന്നതിന് നമുക്ക് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഈ ആത്മീയ ബന്ധം വിശുദ്ധി കാസൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ വെപ്പൺസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് പ്രൈമറിലി നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം, നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം, നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പക്ഷേ നമുക്ക് ചില ആക്ടിവിറ്റികൾ മാത്രമായിട്ടും ചിലപ്പോൾ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളുടെ ലെവലിലേക്ക് വരെ ഈ സ്പിരിച്വൽ വെപ്പൺസ് മാറിപ്പോവാം. അതിലേക്ക് മാത്രം റിലേ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ് ലക്ഷ്യം ഈശോയിലേക്ക് എത്തുക, സ്വർഗം നോക്കി നടക്കുക. അതിനുവേണ്ടി സ്വർഗം തന്ന സമ്മാനങ്ങളാണെന്നല്ല. അപ്പോൾ നമുക്ക് ഒരു നിമിഷം ഈ സ്പിരിച്വൽ വെപ്പൺസിൻ്റെ ഒരു കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, അവൈലബിൾ സോഴ്സസ് എന്നിടത്ത് ഉപയോഗിക്കാൻ വേണ്ടി, ആയുധമൊക്കെ എടുത്ത് കൈ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൃപയ്ക്ക് വേണ്ടി എല്ലാ യുവജനങ്ങളും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള സകല യുവജനങ്ങളും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നീയാണ് യഥാർത്ഥ രക്ഷകനെന്നും, നീയാണ് യഥാർത്ഥ ദൈവമെന്നും, നീയാണ് യഥാർത്ഥ സഹായകനെന്നും, നിനക്ക് മാത്രമേ ഞങ്ങളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പറ്റുള്ളൂന്നും എല്ലാ യുവജനങ്ങളും അറിയട്ടെ. മറ്റു പല ഇഷ്ടങ്ങളും സ്നേഹങ്ങളും സുഖങ്ങളും അന്വേഷിച്ചു പോയ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് തൊടണമേ. ഇത് അഡിക്ഷനിലൊക്കെ ആയിപ്പോയ എല്ലാ യുവജനങ്ങളും തൊടണമേ. അവർക്ക് കമ്പാനിയൻസ് ആയിട്ട് വിശുദ്ധരെ അയക്കണമേ. അവരുടെ കാവൽ മാലാഖമാരെ അയക്കണമേ. അവർക്ക് സ്വർഗത്തിന് വലിയ സംരക്ഷണം കൊടുക്കണമേ. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനായി കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. ഈ തഴക്കദോഷങ്ങളിൽ പെട്ടുപോയിട്ട് അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ സ്വർഗത്തിന് ശക്തിയാൽ വലിയ വിടുതൽ കൊടുക്കണമേ. ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഈ വെപ്പൺസ് എടുത്ത് യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ധൈര്യം നൽകണമേ. അങ്ങനെ ഈ ഭൂമി മുഴുവൻ നിന്റെ ശക്തരായ പടയാളികൾ കൊണ്ട് നിറയുകയും ഈ ഭൂമി മുഴുവൻ നീ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന് അറ്റം വരെ പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവരെയും എൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞ ആ വചനം ഞങ്ങളിലൂടെ ഈ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പൂർത്തിയാക്കപ്പെടട്ടെ. എല്ലാവരും നിന്നെ അറിയട്ടെ. എല്ലാവരെയും കൊണ്ട് സ്വർഗം നിറയട്ടെ. അമ്മ മാതാവേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് മുഴുവനും വേണ്ടി, പ്രതി യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും
എപ്പോഴും എന്നേക്കും ശിംശികായിക്ക് സ്തുതിയാകട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്